അമ്മ മാജിക് ഫയറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിബയോട്ടിക്സ് എന്നതാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് എന്നോ ഡ്രഗ്സ് എന്നോ നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള ഡ്രഗ്സിന് മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, ആ മൈക്രോ ഓർഗാനിസത്തിനെ വെച്ച് തന്നെ നമ്മൾ വേറൊരു ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ട്രീറ്റ് ചെയ്യും. അതായത് മൈക്രോ ഓർഗാനിസമാണ് ഡിസീസൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷ്യസ് ഉള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിസീസ് ഉണ്ടാക്കുന്നത് അല്ലേ. ആ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും സ്പീഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമ്മൾ ചൂസ് ചെയ്യും. അതാണ് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്ത് തന്നെ മൈക്രോ ഓർഗാനിസം വഴി ഉണ്ടാകുന്ന ഡിസീസിനെ ട്രീറ്റ് ചെയ്യുള്ളൂ. അതാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? ആൻറ്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഓർ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അതർ സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, അതർ സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഒന്നിൽ പ്രിവെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെ കില്ല് ചെയ്യും. അതാണ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഒരു ബാക്ടീരിയ കൊല്ലുന്നുണ്ടെങ്കിൽ അതിനെ ബാക്ടീരിയോസിഡൽ എന്ന് പറയും. അല്ല, അതിൻ്റെ ഗ്രോത്തിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയും. ആൻറ്റിബയോട്ടിക്സ് വിച്ച് കിൽ ബാക്ടീരിയ ആർ ടേംഡ് ആസ് ബാക്ടീരിയോസിഡൽ ആൻഡ് ദോസ് വിച്ച് ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത് ആർ ടേംഡ് ആസ് ബാക്ടീരിയോസ്റ്റാറ്റിക്. നമുക്കറിയാം, സ്റ്റാറ്റിക് എന്ന് പറയുമ്പം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നീടുള്ള ഗ്രോത്തിന് എന്ത് ചെയ്യും, തടയും. ഓക്കെ, അങ്ങനെ അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. ആൻറ്റിബയോട്ടിക്സ് കാണപ്പെടുന്ന കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനും കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്കിലോ 3 മാർക്കിലോ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ആൻറ്റിബയോട്ടിക്സ്. ഇതിൽ നിന്ന് കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് തന്നെ 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ക്ലാസിഫിക്കേഷനും ഡെഫിനിഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് നോക്കാം. ഒരു ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ ബീറ്റാ ലാക്ടം റിങ് കാണും അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിലാണെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്തെന്ന് വരുന്നത്, ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് വരുന്നത്. ഓക്കെ, ഇനി ബീറ്റാ ലാക്ടം എന്താണെന്ന് അറിയണ്ടേ? ബീറ്റാ ലാക്ടം ഈസ് എ സൈക്ലിക് അമൈഡ് വിത്ത് 4 ആറ്റംസ് ഇൻ ഇറ്റ്സ് റിംഗ് സിസ്റ്റം. സൈക്ലിക് അമൈഡ് ആണ്. ഓക്കെ, അമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സൈക്ലിക് റിംഗ് ഉണ്ട്. അതിൽ 4 ആറ്റംസും ഉണ്ടായിരിക്കും അതിൻ്റെ റിങ്ങിൽ. ഓക്കെ, ഇറ്റ് ഈസ് നെയിംഡ് ആസ് സച്ച് ബിക്കോസ് ദ നൈട്രജൻ ആറ്റം ഇസ് അറ്റാച്ച്ഡ് ടു ദ ബീറ്റാ കാർബൺ ആറ്റം. ഓക്കെ, ഇതിൻ്റെ ബീറ്റാ ലാക്ടം എന്നുള്ള ഒരു പേര്, അതായത് ബീറ്റാ പൊസിഷനിലുള്ള ഒരു കാർബൺ ആറ്റവുമായി നൈട്രജൻ ആറ്റം അറ്റാച്ച് ചെയ്യും. ആ നൈട്രജൻ ആറ്റത്തിൻ്റെ അടുത്ത് ഒരു കാർബണൈൽ ഗ്രൂപ്പും കാണും. നൈട്രജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു ദ ബീറ്റാ കാർബൺ ആറ്റം റിലേറ്റീവ് ടു ദ കാർബണൈൽ ഗ്രൂപ്പ് ഇൻ ദ 4 മെമ്പേർഡ് റിങ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ വരുന്നതാണ് പെൻസിലിൻസ്, സെഫാലോസ്പോറിൻസ്, മോണോബാക്ടംസ് ആൻഡ് കാർബാപിനാംസ്. ഇതെല്ലാം ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിലുള്ളതാണ്. മെയിനായിട്ട് ഈ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് പറയുമോ, ബാക്ടീരിയയുടെ സെൽവാൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു സെൽവാൾ ഇല്ലെങ്കിൽ ആ ബാക്ടീരിയയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്കിപ്പം സ്കിന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ സെൽവാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെൽവാൾ ഉണ്ടാകും അവിടെ? ഇല്ല അല്ലേ. അങ്ങനെ ബാക്ടീരിയ നശിപ്പിക്കും അല്ലെങ്കിൽ കൊല്ലും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഫൈലാക്സിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അതേപോലെ പ്രിവെൻഷനും. പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോൾ പ്രിവെൻഷനാണ്. ഓക്കെ, പ്രിവെൻഷനായിട്ടാണ് നമ്മൾ ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ വരുന്ന പെൻസിലിനും അമോക്സിലിനും നമുക്ക് നോക്കാം. വളരെ ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ഡ്രഗ്സ് തന്നെയാണ് പെൻസിലിൻ ജിയും അമോക്സിലിനും. ഓക്കെ, ആദ്യം പെൻസിലിൻ ജി നോക്കാം. പെൻസിലിൻ ജി ഈസ് കെമിക്കലി നോൺ ആസ് ബെൻസൈൽ പെൻസിലിൻ. അത് 1 വേർഡിനെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പെൻസിലിൻ ജീൻസ് ആൾസോ അറിയപ്പെടുന്നത് എന്താണ്, ബെൻസൈൽ പെൻസിലിൻ എന്നും അറിയപ്പെടും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ പെൻസിലിൻസ് ആണ്. അപ്പോൾ നമുക്ക് പെൻസിലിൻ ജിയുടെ സ്റ്റോറേജ് കണ്ടീഷൻസ് നോക്കാം. പെൻസിലിൻ ജി പൊട്ടാസ്യം ആൻഡ് സോഡിയം ആർ മോഡറേറ്റ്ലി ഹൈഗ്രോസ്കോപ്പിക് നേച്ചറാണ്. അതായത് വാട്ടർ അബ്സോർബ് ചെയ്ത് കുതിർന്നു പോകും.
അതേപോലെ ഡ്രൈ പൗഡർ ഓഫ് ദ ഡ്രഗ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം മോയ്സ്ചർ ടു പ്രിവെൻറ്റ് ഹൈഡ്രോലൈസിസ്. അതുകൊണ്ട് ഇവ എന്താണ്, എയറിൽ നിന്നും മോയ്സ്ചറിൽ നിന്നും ഉറപ്പായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ റെഫ്രിജറേറ്റർ capable of maintaining a temperature of between 2 to 8 degrees Celsius. Prevent from freezing. ഈ ഡ്രഗ്സ് ഒന്നും ഫ്രീസറിൽ വയ്ക്കാൻ വേണ്ടി പാടില്ല. അല്ല, ഡോർ ടെമ്പറേച്ചറാണ്, അതായത് 2 to 8 ഡിഗ്രി സെൽഷ്യസ്. അതിൽ മാത്രമേ പെൻസിലിൻ ജി സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. പെൻസിലിൻ ജി അവൈലബിൾ ആയിട്ടുള്ള ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ പൗഡേഴ്സിലും സൊല്യൂഷൻസിലുമാണ്. പിന്നെ അതിൻ്റെ ബ്രാൻഡ് നെയിംസ് എന്ന് പറയുന്നത് ഫൈസർ പെൻ, ബെൻസെയിൽ പെൻ, പെൻഡിറ്റ്സ് എന്നിവയാണ്. യൂസസ് നോക്കാം. ആൻറ്റി ബാക്ടീരിയൽ, പിന്നെ ടു ട്രീറ്റ് ന്യൂമോണിയ, സിഫിലിസ്, ഡിഫ്തീരിയ, മെനിഞ്ചൈറ്റിസ് ആൻഡ് ടെറ്റനസ്. ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഡിസീസാണ്. അതേപോലെ സിഫിലിസ് എന്ന് പറയുന്ന ഒരു സെക്ഷലി ട്രാൻസ്മിറ്റ്, ട്രപ്പോനേമ പലീഡിയം എന്ന് പറയുന്നത് കാരണമുണ്ടാകുന്ന ഡിസീസാണ് സിഫിലിസ്. ഡിഫ്തീരിയ, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ കാരണമുണ്ടാകുന്നത്. നൈസേരിയ മെനിഞ്ചൈറ്റിഡിസ് കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് മെനിഞ്ചൈറ്റീസ്. അതേപോലെ ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നിവ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ടെറ്റനസ്. ഓക്കെ, ഇതെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെൻസിലിൻ ജി യൂസ് ചെയ്യാം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ. അടുത്ത് നമുക്ക് അമോക്സിലിൻ നോക്കാം. ഹെട്രോസൈക്ലിക് റിംഗ് പ്രസൻ്റ് ആയിരിക്കുന്നത് ബീറ്റ ലാക്ടൻ റിംഗ് ഫ്യൂസ്ഡ് വിത്ത് തൈസോളിഡിൻ റിംഗ്. സ്റ്റോറേജ് നോക്കാം. സ്റ്റോർ ദ ക്യാപ്സ്യൂൾസ് ആൻഡ് ടാബ്ലറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. സെക്കൻഡ്, കീപ്പ് അവേ ഫ്രം എക്സസീവ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. ദ ലിക്വിഡ് മെഡിക്കേഷൻ പ്രിഫറബിളി should be kept in the refrigerator, but it may be stored at room temperature. Do not freeze. Dispose of any unused liquid medication after 14 days. Formulations: capsule, tablets, injection powders. Brand name: Mox, Almox, Amoxil. Uses നോക്കാം. Antibacterial ആണ്. It is used to treat middle ear infection, bronchitis, strep throat, pneumonia, skin infections and urinary tract infections. അടുത്ത ക്ലോക്സാസിലിൻ കൂടെ നോക്കാം. ഇറ്റ് ഈസ് എ സെമി സിന്തറ്റിക് പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ആണ്. ബീറ്റ ലാക്ടമേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ വിത്ത് ആൻറ്റിബാക്ടീരിയൽ ആക്ടിവിറ്റി. അതായത് ഒരു നമ്മൾ ഏതെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ബാക്ടീരിയ അതിനെ എപ്പോഴും പ്രതിരോധിച്ച് നിൽക്കാൻ നോക്കും ആ മെഡിസിന്. ഓക്കെ, അതെങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് വെച്ചാൽ ബാക്ടീരിയ തൻ്റെ ബോഡിയിൽ നിന്ന് ഒരു എൻസൈം പുറപ്പെടുവിക്കും. ആ എൻസൈമിൻ്റെ പേരാണ് ബീറ്റ ലാക്ടമേസ് എൻസൈം. ഓക്കെ, ഇപ്പോൾ പെൻസിലിൻ കൊടുക്കുമ്പോൾ ഈ ബീറ്റ ലാക്ടമേസ് എൻസൈം പ്രവർത്തിച്ച് എന്ത് സംഭവിക്കും, പെൻസിലിന് ഏൽക്കാത്ത ഒരു കണ്ടീഷൻ വരും. പെൻസിലിനോ അമോക്സിലിനോ ഒന്നും ഏൽക്കാത്ത ഒരു കണ്ടീഷൻ വരും. അങ്ങനെ ഏൽക്കാത്ത ഒരു കണ്ടീഷനിലുള്ള ബാക്ടീരിയയ്ക്ക് എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ആ കഴിവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ബീറ്റ ലാക്ടമേസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഡിസിൻ മനുഷ്യൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അതിൽ പെടുന്നതാണ് ക്ലോക്സാസിലിൻ. ബീറ്റ ലാക്ടമേസിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ആൻറ്റിബാക്ടീരിയൽ ആക്ടിവിറ്റിയും ഇവയ്ക്കുണ്ട്. സ്റ്റോറേജ് കണ്ടീഷൻ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് പൗഡർ, ക്യാപ്സ്യൂൾ, ലിക്വിഡ് ആണ്. ബ്രാൻഡ് നെയിംസ് എന്ന് പറയുന്നത് ക്ലോക്സാപെൻ, ക്ലോക്സാക്യാപ്പ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ലൈക്ക് എൻഡോകാർഡൈറ്റിസ്. നമുക്കറിയാം ഹാർട്ടിലെ ഇന്നർ ലൈനാണ് എൻഡോകാർഡിയോ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ് എൻഡോകാർഡൈറ്റിസ്. പിന്നെ ഇംപെറ്റിഗോ എന്ന് പറയുന്നത് സ്കിൻ ഇൻഫെക്ഷൻ ആണ്. അതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഏത് യൂസ് ചെയ്യും, ക്ലോക്സാസിലിൻ യൂസ് ചെയ്യും. പിന്നെ സെപ്സിസ്, ബ്ലഡിൽ വരുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അതേപോലെ സെല്ലുലൈറ്റിസ്, ന്യൂമോണിയ, സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ബ്ലഡിലാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ജോയിൻസിലോട്ട് സ്പ്രെഡ് ചെയ്ത് ആ സ്പ്രെഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഓക്കെ, ആ ഇൻഫ്ലമേഷൻ ഉണ്ടായ അതൊരു ആർത്രൈറ്റിസ് പോലെ ആകും. അതാണ് സെപ്റ്റിക് ആർത്രൈറ്റിസ്. ആൻഡ് ഒറ്റൈറ്റിസ് മീഡിയ എന്ന് പറയുമ്പോൾ ഇയർ ഇൻഫെക്ഷൻ ആണ്. അതിന് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ക്ലോക്സാസിലിൻ യൂസ് ചെയ്യും. അടുത്ത കെമിക്കൽ സ്ട്രക്ചർ നോക്കാം. ദാറ്റ് ഈസ് അമിനോഗ്ലൈക്കോസൈഡ്. Aminoglycoside is a molecular portion of a molecule composed of amino modified sugars.
അതായത് അമിനോ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ഷുഗർ മോളിക്യൂളും കാണും, നോൺ ഷുഗർ മോളിക്യൂളും കാണും. ഓക്കെ, അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലിങ്കേജ് കാണും. ആ ലിങ്കേജിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കോഗ്നോസിയിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ ഈസ് ദ ഫസ്റ്റ് അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്. സ്ട്രെപ്റ്റോമൈസിനാണ് ആദ്യത്തെ അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്. വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കി വയ്ക്കുക. അടുത്ത് മോസ്റ്റ് ഓഫ് ദ അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്സ് ആർ ഡിറൈവ്ഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസസ് ഗ്രീസിയസ്. ഓക്കെ, അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് മിക്കതും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രീസിയസ് എന്ന് പറയുന്നതിൽ നിന്നാണ്. ദിസ് ആർ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, അതായത് ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ഏത് ഡിസീസിന് പോയാലും പൊതുവായിട്ട് എല്ലാത്തിനും നൽകാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് അമിനോ ഗ്ലൈക്കോസൈഡ്. ഓക്കെ, സ്പെസിഫിക് ഇന്നതിന് തന്നെ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ സിംറ്റംസിനനുസരിച്ച് എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അമിനോ ഗ്ലൈക്കോസൈഡ് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഡ്രഗ്സ്. സ്ട്രെപ്റ്റോമൈസിൻ ഇസ് എ ബ്രോഡ് സ്പെക്ട്രം അമിനോ ഗ്ലൈക്കോസൈഡ്. ഞാൻ പറഞ്ഞില്ലേ, ആ സിംറ്റംസിനനുസരിച്ച് എന്താണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, അതായത് ഏകദേശം ബാക്ടീരിയയുടെ സിംറ്റംസ് ആണെന്ന് എന്ത് ചെയ്യും ഈ ഡോക്ടേഴ്സിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗുകളാണ് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെപ്റ്റോമൈസിനും അതേപോലെ ഞാൻ പറഞ്ഞു അമിനോ ഗ്ലൈക്കോസൈഡിൽ വരുന്ന എല്ലാം ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും അല്ലേ. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിനും നമുക്ക് എന്ത് പറയാം? സ്ട്രെപ്റ്റോമൈസിൻ ഈസ് എ ബ്രോഡ് സ്പെക്ട്രം അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആക്റ്റീവ് അഗെയിൻസ്റ്റ് ട്യൂബർക്കുലൈ ബാസിലൈ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് TB. TBക്ക് കാരണമായിട്ടുള്ള ട്യൂബർക്കുലൈ ബാസിലയ്ക്കെതിരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് കൂടിയാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റോർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ, പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ. മറ്റതിലൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഫോർമുലേഷൻസ് നോക്കാം. പൗഡർ ഫോർ ഇഞ്ചക്ഷൻ ആയിട്ടും ടാബ്ലറ്റ് ആയിട്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രാൻഡ് നെയിംസ് സ്ട്രെപ്റ്റോമാക്, ആംബിസ്റ്റെറിൻ, സിപ്സ്റ്റെറിൻ. യൂസസ് എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി TB. പിന്നെ യൂസ്ഡ് ടു ട്രീറ്റ് ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, പ്ലാഗ് മീൻസ് എലിപ്പനി. ഓക്കെ, ഇതിനെല്ലാം നമുക്ക് സ്ട്രെപ്റ്റോമൈസിൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ സ്ട്രക്ചറിലോട്ട് പോകാം. ടെട്രാസൈക്ലിൻസും ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ്. ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ദിസ് ആർ ഡിറൈവ്ഡ് directly from bacterium Streptomyces silicolor. They are named for their 4 rings. Tetra means 4 rings. ടെട്രാസൈക്ലിൻസിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഡോക്സിസൈക്ലിൻസ്, മിനോസൈക്ലിൻസ്. ഡോക്സിസൈക്ലിൻ നോക്കാം. ഇറ്റ് ഈസ് എ ബ്രോഡ് സ്പെക്ട്രം സിന്തറ്റിക് ഡെറിവേറ്റീവ് ഓഫ് ഓക്സി ടെട്രാസൈക്ലിൻ. ഇറ്റ് ഈസ് എ സെക്കൻഡ് ജനറേഷൻ ടെട്രാസൈക്ലിൻസ് ആണ്. മതി. ഫോർമുലേഷൻസ് നോക്കാം. ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, സിറപ്പാണ്. ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ ഡോക്സിപാൽ, അഡോക്സ, മോണോഡോക്സ് ഇവയൊക്കെയാണ്. യൂസസ് ആൻറ്റിബാക്ടീരിയൽ, യൂസ്ഡ് ടു ട്രീറ്റ് UT ഇൻഫെക്ഷൻസ്, ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഐ ഇൻഫെക്ഷൻസ്, പെരിഡോണ്ടൈറ്റിസ്. മോണയിലൊക്കെ വരുന്ന ഡിസീസ്, ഗം ഡിസീസാണ് പെരിഡോണ്ടൈറ്റിസ്. റിക്കറ്റ്സിയൽ ഇൻഫെക്ഷൻ, ക്ലാമിഡ ഇൻഫെക്ഷൻ എക്സെട്ര. അതേപോലെ യൂസ്ഡ് ടു ട്രീറ്റ് കോളറ, ടൈഫസ്, സിഫിലിസ്. അതേപോലെ നമുക്ക് യൂസ്ഡ് ടു പ്രിവെൻറ്റ് മലേറിയ ഇൻ കോമ്പിനേഷൻ വിത്ത് ക്യുനൈൻ. സോ ഇറ്റ് ഈസ് ആൻറ്റി മലേറിയൽ ഡ്രഗാണ്. മിനോസൈക്ലിൻ നോക്കാം. ഇറ്റ് ഈസ് എ സെക്കൻഡ് ജനറേഷൻ ടെട്രാസൈക്ലിൻ. ഇറ്റ് ഈസ് എ സ്റ്റേബിൾ ഇൻ എയർ ആണ്, സ്റ്റോറേജ് ആണെങ്കിൽ. ഇറ്റ് ഈസ് എ സ്ലൈറ്റ്ലി ഹൈഗ്രോസ്കോപ്പിക് ആൻഡ് സെൻസിറ്റീവ് ടു ലൈറ്റ്, സ്റ്റോർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഇൻ ഡ്രൈ പ്ലേസ് അവേ ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ. ഫോർമുലേഷൻസ് ആണെങ്കിൽ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, ഇൻജെക്ഷൻ. ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ മിനോസിൻ, ഡൈനാസിൻ, മൈനോക്സ്, സിമിനോ. യൂസസ് ആണെങ്കിൽ ആൻറ്റിബാക്ടീരിയൽ, യൂസ്ഡ് ടു ട്രീറ്റ് ന്യൂമോണിയ ആൻഡ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതേപോലെ ആൻറ്റി ലെപ്രോട്ടിക് ആണ് മിനോസൈക്ലിൻ. നെക്സ്റ്റ് കെമിക്കൽ സ്ട്രക്ചർ നോക്കാം. മാക്രോലൈഡ്സ്. അതായത് ഇവയിൽ 14 കെമിക്കൽ ബോൺസ് കാണും. ഒന്നിൽ 14 അല്ലെങ്കിൽ എന്താണ് അതിനേക്കാളും കൂടുതലായിട്ടുള്ള
ബോൺസ്, അത്രയും വലുതാണ്. അതാണ് മാക്രോ. 1-2 ബോണ്ടല്ല, മിനിമം 14 ബോണ്ടെങ്കിലും അതിൽ കാണും. മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ ഡോസ് കുറച്ചാൽ അത് ബാക്ടീരിയോ സ്റ്റാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. ഡോസ് കൂട്ടുകയാണെങ്കിൽ ബാക്ടീരിയോ സിഡലായിട്ട് ആക്ട് ചെയ്യും. മാക്രോസൈക്ലിക് lactone ring to which one or more deoxy sugars may be attached. The lactone rings are usually 14, 15 or 16 membered. This class of antibiotic includes erythromycin, azithromycin, clarithromycin, etc. ഇനി നമുക്ക് എറിത്രോമൈസിനിലോട്ട് പോകാം. ഒരു എൻഡറികോട്ട ടാബ്ലറ്റ് ആണ് എറിത്രോമൈസിൻ. എൻഡറികോട്ട ടാബ്ലറ്റ്സ് നമുക്കറിയാം ഡിസോൾവ് ഓൺലി ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, സ്റ്റോറേജ് സ്റ്റെബിലിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ. ഫോർമുലേഷൻസ് ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ, പൗഡർ. ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ എറിത്രോസിൻ, ആൽത്രോസിൻ, എക്സെട്ര. യൂസസ് ആണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആണ്. യൂസ്ഡ് ടു ട്രീറ്റ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സ്കിൻ ഇൻഫെക്ഷൻ, ക്ലാമിഡിയ ഇൻഫെക്ഷൻ, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആൻഡ് സിഫിലിസ്. നെക്സ്റ്റ് അസിത്രോമൈസിൻ. ഇറ്റ് ഈസ് ആൻ അസാലൈഡ് ആണ്. അസാലൈഡ് എന്ന് പറയുമ്പോൾ അസ എന്ന വേർഡ് റിലേറ്റഡ് ടു നൈട്രജൻ ആറ്റം. ഓക്കെ, നൈട്രജൻ ഹെട്രോസൈക്കിൾ റിങ്ങിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് മാക്രോലൈഡ് ക്ലാസ് ആണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എറിത്രോമൈസിൻ. എറിത്രോമൈസിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് നമ്മൾ അസിത്രോമൈസിൻ ഉണ്ടാക്കുന്നത്. ഫോർമുലേഷൻസ് എന്ന് പറയുന്നത് ടാബ്ലറ്റ്, സസ്പെൻഷൻ, സൊല്യൂഷൻ, പൗഡറിലൊക്കെയാണ്. ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ അസിത്രാൽ, അസ്രോ, സിത്രോമാക്സ്, അസി. യൂസസ് ആൻറ്റിബാക്ടീരിയൽ, യൂസ്ഡ് ടു ട്രീറ്റ് ഫാരിഞ്ചൈറ്റീസ് ഓർ ടോൺസിലൈറ്റീസ്. ടോൺസിലൈസിൽ വരുന്ന ഇൻഫ്ലമേഷൻ, അതേപോലെ തന്നെ സോർ ത്രോട്ട് അല്ലേ, അതല്ലേ ഫാരിഞ്ചൈറ്റീസ്. ന്യൂമോണിയ, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ, സ്ട്രെപ് ത്രോട്ട്, ഇതിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഡ്രഗാണ് അസിത്രോമൈസിൻ. ഇനി അടുത്ത് മിസലേനിയസ് നോക്കാം. മിസലേനിയസിൽ വരുന്നതാണ് ക്ലോറാംഫെനിക്കോൾ. അതൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ക്ലോറാംഫെനിക്കോൾ ഈസ് എ സെമി സിന്തറ്റിക് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ഇറ്റ് ഈസ് ഡെറൈവ്ഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസസ് വീനക്കുലൈ വിത്ത് ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി ആണ്. സ്ട്രെപ്റ്റോമൈസസ് വീനക്കുലയിൽ നിന്നാണ് ക്ലോറാംഫെനിക്കോൾ നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. പ്ലസ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റിയാണ് ഉള്ളത്. ബാക്ടീരിയോ സിഡലല്ല, ബാക്ടീരിയോ സ്റ്റാറ്റിക്. ഡ്രഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചറും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നോക്കി വയ്ക്കുക. ക്ലോറാംഫെനിക്കോളിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബെൻസീൻ റിംഗ് ആണ്. ആ ബെൻസീൻ റിങ്ങിൻ്റെ 4ാമത്തെ പൊസിഷനിൽ NO2 ഗ്രൂപ്പും ബെൻസീൻ റിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ ഒരു പ്രൊപ്പാൻ 2 വൈൽ അസറ്റമൈഡും ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് CHൽ ഒരു OH ഗ്രൂപ്പും, സെക്കൻഡിലാണെങ്കിൽ അസറ്റമൈഡും, തേർഡിലാണെങ്കിൽ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് OH. ഇവിടുത്തെ ബെൻസിൻ റിങ്ങിലാണെങ്കിൽ ഒരു ഗ്രേ കളറുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ വന്നതാണ്. അല്ലാതെ അങ്ങനെ സ്ട്രക്ചറിൽ കളറില്ല. നെക്സ്റ്റ് സ്റ്റോറേജ് ആൻഡ് സ്റ്റെബിലിറ്റി. തെർമൽ ഡീഗ്രഡേഷൻ ഉണ്ടാകും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓഫ് 2 to 8 degree Celsius. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ താപനില കുറഞ്ഞ ഇതിലേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഫോർമുലേഷൻസ് ആണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഡ്രോപ്സ് ആറ്റും ഐ ഓയിൻമെൻറ്റ്സ് ആൻഡ് യൂസ് ചെയ്യുന്നതാണ് ക്ലോറാംഫെനിക്കോള്. ക്യാപ്സ്യൂൾ ഫോമിലും അതുപോലെ പൗഡർ ഫോർ ഇഞ്ചക്ഷനിലെല്ലാം അവൈലബിൾ ആണ്. ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ ക്ലോറോമിസെറ്റിൻ, ഫെനിക്കോൾ, ക്ലോവെൽ. യൂസസ് ആണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെനിഞ്ചൈറ്റിസ്, പ്ലാഗ്, കോളറ ആൻഡ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവറിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഐ ഓയിൻമെൻറ്റ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൺജൻറ്റൈവൈറ്റീസ്. കൺജൻറ്റൈവൈറ്റീസ് എന്ന് പറയുമ്പോൾ പിങ്ക് ഐ, അതായത് ചെങ്കണ്ണ്, അതിന് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ്. മിസലേനിയസിൽ വരുന്ന വേറൊരു ഡ്രഗാണ് ക്ലിൻഡാമൈസിൻ. ഇറ്റ് ഈസ് എ സെമി സിന്തറ്റിക് ബ്രോഡ് സ്പെക്ട്രം ലിങ്കോസമൈഡ് ആൻറ്റിബയോട്ടിക്. സ്റ്റോറേജ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫോർമുലേഷൻസ് ആണെങ്കിൽ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഫോമിൽ, സൊല്യൂഷൻസ് ഫോമിലൊക്കെ അവൈലബിൾ ആണ്. ബ്രാൻഡ് നെയിംസ് ക്ലിൻസൂസിയ, ക്ലിയോസിൻ. യൂസസ് ആണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ. ഇറ്റ് ഈസ് ടോപ്പിക്കലി യൂസ്ഡ് ടു ട്രീറ്റ് ആക്നി, അതായത് പിമ്പിൾസിനൊക്കെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
യൂസ്ഡ് ഫോർ ജോയിൻറ്റ് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേറ്ററി ഡിസീസ്, സ്ട്രെപ്പ് ത്രോട്ട്, ന്യൂമോണിയ, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആൻഡ് എൻഡോകാർഡൈറ്റിസ്. ഉറപ്പായിട്ട് നോക്കി വയ്ക്കുക. ആൻറ്റിബയോട്ടിക്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇതോടുകൂടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാണ്.